ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ, കൂടുതൽ സമയം ജിമ്മിൽ ചെലവഴിക്കുക, കൂടുതൽ സെറ്റ്സ് ചെയ്യുക, ഇതെല്ലാം നിങ്ങളുടെ റിസൾട്ടിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് പറഞ്ഞാൽ, അതാണ് ബോഡി ബിൽഡിങ്ങിലെ ഏറ്റവും ബുദ്ധിമാനും വിവാദ നായകനുമായ വ്യക്തികളിൽ ഒരാളായ മൈക്ക് മെൻസർ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെവി ഡ്യൂട്ടി ഫിലോസഫി, അതായത് മൈക്ക് മെൻസറിന്റെ ഫിലോസഫി ആഴത്തിൽ പരിശോധിക്കും. അതിൻ്റെ സയൻസ്, അത് വർക്കാവുമോ ഇല്ലയോ, അയാളുടെ ഡയറ്റിന്റെ ഫിലോസഫി എല്ലാം തന്നെ നമ്മൾ പരിശോധിക്കും. മൈക്ക് മെൻസർ ആരായിരുന്നു? ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ബോഡി ബിൽഡറായിട്ടുള്ള അർണോൾഡിന്റെ കൂടെ മൈക്ക് മെൻസർ നിൽക്കുന്ന ചിത്രങ്ങൾ. മൈക്ക് മെൻസർ 1951 ജനിച്ച അമേരിക്കൻ ബോഡി ബിൽഡറാണ്. തൻ്റെ 12-ാം വയസ്സിൽ മെൻസർ വെയ്റ്റ് ലിഫ്റ്റിംഗ് തുടങ്ങി. 15-ാം വയസ്സിൽ 370 LBS ബെഞ്ച് പ്രസ് ചെയ്തു. മൈക്ക് മെൻസറെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്, അവൻ മറ്റുള്ളവരെ പോലെ മസിൽ മാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല, അവൻ നല്ല ബ്രെയിനും ഉള്ള ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സാധാരണപ്പെട്ട ആളുകളെല്ലാം, സാധാരണപ്പെട്ട ബോഡി ബിൽഡേഴ്സ് എല്ലാം ആടുകളെപ്പോലെ ആരൊക്കെയോ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു ചക്രത്തിനകത്ത് മാത്രം പെട്ടുകിടക്കുമ്പോൾ, മെൻസർ ആ ഒരു ചക്രത്തിനകത്ത് നിന്ന് പുറത്തു വന്ന് തൻ്റേതായിട്ടുള്ള ഒരു ഫിലോസഫി ക്രിയേറ്റ് ചെയ്തു. അതായത് സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുള്ള ഒരാളായിരുന്നു മൈക്ക് മെൻസർ. 1976 മിസ്റ്റർ അമേരിക്ക, 1978 മിസ്റ്റർ യൂണിവേഴ്സ് പട്ടങ്ങൾ നേടി. 1980 മിസ്റ്റർ ഒളിമ്പിയയിൽ 5-ാം പൊസിഷനിലെത്തി. എന്നാൽ പലർക്കും അവൻ ജയിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. മെൻസറിന്റെ ഹെവി ഡ്യൂട്ടി ഫിലോസഫി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത് ഓവർ ട്രെയിനിങ് ആണ്, നിങ്ങൾ വളരെ കുറച്ച് ട്രെയിനിങ് ചെയ്യുന്നില്ല എന്നതാണ് ആ ഫിലോസഫി. അതായത് മെൻസറിന്റെ ഫിലോസഫി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കൗട്ടും ഫെയിലിയർ വരെ ചെയ്യുക. അതായത് അത്രത്തോളം എക്സ്ട്രീംലി ഹൈ ഇന്റൻസിറ്റി ഉള്ളതായിരിക്കണം നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ്. നിങ്ങൾക്ക് ഫിസിക്കലി ഒരു റെപ്പ് പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി എത്തുന്നത് വരെ നിങ്ങൾ പുഷ് ചെയ്യണം എന്നാണ് മൈക്ക് മെൻസറിന്റെ ഫിലോസഫി. അതായത് നിങ്ങളുടെ വർക്കൗട്ട് ഹൈ ഇന്റൻസിറ്റി ഉള്ളതായിരിക്കണം. മെൻസറിന്റെ ഹെവി ഡ്യൂട്ടി ഫിലോസഫി വോളിയത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതായത് ഹൈ ഇന്റൻസിറ്റി ആയിരിക്കണം വർക്കൗട്ട്. അതായത് മാക്സിമം നിങ്ങൾ ചെയ്യുന്ന ഓരോ റെപ്പും വളരെ ഹാർഡായിരിക്കണം, വളരെ മാക്സിമം സ്ട്രഗിൾ ചെയ്ത് ഹാർഡായിട്ട് ചെയ്യണം. പക്ഷേ വോളിയം കുറവായിരിക്കണം. അതായത് റെപ്സ് ഒന്നും ഒരുപാട് കൂട്ടണ്ടെന്നാണ് മെൻസർ പറയുന്നത്. റെപ്സ് ഇപ്പോൾ നോർമൽ ഹൈപ്പോട്രോഫി റെപ്പ് റേഞ്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 12 മുതൽ 15 വരെ എന്നൊക്കെ പറയുന്ന റെപ്പ് റേഞ്ചൊക്കെ വേസ്റ്റ് എന്നാണ് മൈക്ക് മെൻസർ പറയുന്നത്. അതായത് അത്രയും വോളിയം വേണ്ട, ഓവർ വോളിയം ഇഞ്ചുറിക്കും ഓവർ ട്രെയിനിങ്ങിനും കാരണമാവും എന്നാണ് മെൻസറിന്റെ ഫിലോസഫി. വർക്കൗട്ടിന് ശേഷം എല്ലാ ബോഡി ബിൽഡേഴ്സും റെസ്റ്റ് എടുക്കാറുണ്ട്. എന്നാൽ മെൻസർ റെസ്റ്റിന് കൂടുതൽ പ്രാധാന്യം നൽകി. അതായത് മറ്റുള്ള ബോഡി ബിൽഡേഴ്സ് റെസ്റ്റ് എടുക്കുന്നതിനേക്കാൾ അതിൻ്റെ 2-3 ഇരട്ടി സമയം റെസ്റ്റ് എടുക്കണമെന്ന് മൈക്ക് മെൻസർ പറഞ്ഞു. അതായത് മസിൽ ഗ്രോത്ത് ജിമ്മിലല്ല നടക്കുന്നത്, അത് യഥാർത്ഥത്തിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മസിൽ ഗ്രൂപ്പ് 5 മുതൽ 7 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി എന്നാണ് മൈക്ക് മെൻസറിന്റെ ഫിലോസഫി. ചിലപ്പോൾ 10 മുതൽ 14 ദിവസത്തിൽ ഒരു സൈക്കിൾ. അതായത് വളരെ വിവാദപരമായിട്ടുള്ള ഒരു ഫിലോസഫി ആയിരുന്നു മൈക്ക് മെൻസറിൻ്റെത്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഓവർലോഡിന്റെ കാര്യത്തിലും മൈക്ക് മെൻസറിന്റെ ഫിലോസഫി പറയുന്നത്, നിങ്ങൾ ഓരോ വർക്കൗട്ടിലും പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണം. ഒന്നീ റെപ്സ് കൂട്ടണം, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണം. ഇതെന്തായാലും ചെയ്തിരിക്കണം എന്നുള്ളതാണ് മൈക്ക് മെൻസറിന്റെ ഫിലോസഫിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മൈക്ക് മെൻസറിന്റെ ഈ ഫിലോസഫിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞ ആദ്യ കാര്യം, അതായത് ഓരോ സെറ്റ്സും, അതായത് സെറ്റ്സ് ഒന്നും നിങ്ങൾ ഒരുപാട് കൂട്ടി ഒരുപാട് വോളിയം ഒന്നും കൂട്ടണ്ട, ഇന്റൻസിറ്റിയിൽ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാക്സിമം ഹെവി വെയിറ്റ് ഇട്ടിട്ട് ഫെയിലിയർ ആവുന്നവരെ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അവസാന റെപ്പ് വരെ പുഷ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത് എല്ലാ ആളുകൾക്കും പോസിബിൾ അല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. പക്ഷെ അത് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കുമെങ്കിലും അവിടെ ഇഞ്ചുറി ചാൻസും ഹൈ ആണെന്നാണ് എൻ്റെ അഭിപ്രായം.
പിന്നെ റെസ്റ്റിങ്ങിൻ്റെ കാര്യം, അത്രയും ഓവർ റെസ്റ്റിങ്, അതായത് 15 ദിവസം വരെ റെസ്റ്റിങ് അല്ലെങ്കിൽ 10 ദിവസം വരെ റെസ്റ്റിങ്, അത്രയും റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് റെസ്റ്റ് പരമാവധി 72 മണിക്കൂർ തന്നെ മതിയാവും. അതായത് 3 ദിവസം മതിയാവും കംപ്ലീറ്റ് ആയിട്ട് മസിലൊക്കെ. ഒരു നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മസിൽ റിക്കവറിയൊക്കെ ഒരു 3 ദിവസം കൊണ്ട് തന്നെ നടക്കും. 3 ദിവസത്തിന് ശേഷം അതേ മസിൽ ഗ്രൂപ്പിന് ട്രെയിൻ ചെയ്താൽ പൂർണ്ണമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അല്ലാതെ മൈക്ക് മെൻസർ പറയും പോലെ 10-12 ദിവസത്തെ റെസ്റ്റ് ഡേയ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലോസഫി ഓവർ ട്രെയിനിങ് കുറയ്ക്കുന്നു. അതായത് ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ആയിട്ട് ഹെവി വെയിറ്റ് ആഡ് ചെയ്ത് മാക്സിമം പുഷ് ചെയ്യുന്ന ഒരു തരം ഓവർ ട്രെയിനിങ്, ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടെങ്കിലും അദ്ദേഹം 10-12 ദിവസം ശരീരത്തിന് റിക്കവർ ആവാൻ ഓവർ റെസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഓവർ ട്രെയിനിങ് കുറയ്ക്കാൻ സാധാരണ മറ്റ് ഓവർ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളെ അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ ഓവർ ട്രെയിനിങ് കുറവാണ്. റിക്കവറിക്ക് നന്നായിട്ടല്ല, റിക്കവറിക്ക് ഓവറായിട്ട് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി മൈക്ക് മെൻസറിൻ്റെ ഡയറ്റിലോട്ട് വന്നാൽ വർക്കൗട്ട് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറ്റും കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതായത് അയാൾ കൂടുതൽ വൈറ്റ് റൈസ് കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതായത് വൈറ്റ് റൈസ് കഴിച്ചെന്ന് പറഞ്ഞ് ഫാറ്റ് വരില്ല എന്നായിരുന്നു മൈക്ക് മെൻസർ വിശ്വസിച്ചിരുന്നത്. അയാളുടെ ഡയറ്റിൽ പറയുന്നത് 60% നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കേണ്ടത്, 25% പ്രോട്ടീൻ. മൈക്ക് മെൻസർ ഓവറായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നത് പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. അദ്ദേഹം പറയുന്ന പ്രോട്ടീൻ ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മതി. അതുകൊണ്ടാണ് മെജോറിറ്റി 60% കാർബ്, 25% പ്രോട്ടീന്, 15% ഫാറ്റ്. ഒരാഴ്ചയിൽ 6 ദിവസവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത്. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, ധാന്യങ്ങൾ, എഗ്സ് എല്ലാം. ആഴ്ചയിൽ 1 ദിവസം ചീറ്റിങ്, അന്ന് പിസയോ ഐസ്ക്രീമോ അതൊക്കെ കഴിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും ഈ ചീറ്റ് ഡേയിൽ കലറി നിയന്ത്രിക്കണം, വലിച്ചുവാരി കഴിക്കാൻ പാടില്ലെന്നും മൈക്ക് മെൻസർ പറയുന്നുണ്ട്. അവസാനമായിട്ട് പറയാനുള്ളത്, മൈക്ക് മെൻസറിൻ്റെ ഹെവി ഡ്യൂട്ടി സിസ്റ്റം അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ഫിലോസഫി എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. പക്ഷെ അത് വളരെ വാല്യുബിൾ ആണ് ബോഡി ബിൽഡിങ്ങിൻ്റെ രംഗത്ത്. എന്താണ് മൈക്ക് മെൻസറിൻ്റെ ഒരു ഫിലോസഫി പറയുന്നത്, വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ എന്നാണ്. എനിക്ക് അങ്ങനെയല്ല പറയാൻ തോന്നുന്നത്. അതായത് മൈക്ക് മെൻസറിൻ്റെ വർക്കൗട്ടിൽ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫെയിലിയർ ആയിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. മാക്സിമം ഫെയിലിയർ, അതായത് നമുക്ക് അവസാന ഉറപ്പ് പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ചെയ്യണം, അത്ര പുഷ് ചെയ്യണം. അപ്പോൾ അത് വളരെ ഓവർ ട്രെയിനിങ് അല്ല, ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്ങും ഇഞ്ചുറി. അതായത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ എല്ലാ ആളുകളുടെ ജോയിൻസിൻ്റെയും ടെൻഡോൺസിൻ്റെയൊക്കെ സ്ട്രെങ്ത് ഒരുപോലെ അല്ല. അപ്പോൾ ജോയിൻസും ടെൻഡോൺസിൻ്റെയൊക്കെ സ്ട്രെങ്ത് കുറഞ്ഞ ആളുകൾ മൈക്ക് മെൻസറിൻ്റെ ഫിലോസഫി അനുസരിച്ച് വളരെ ഫെയിലിയർ ആയിട്ട് ചെയ്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഞ്ചുറി ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല മൈക്ക് മെൻസറിൻ്റെ ഫിലോസഫി. അപ്പോൾ ഇനി അവസാനത്തെ കാര്യം, എൻ്റെ അഭിപ്രായം എന്താണ് മൈക്ക് മെൻസറിൻ്റെ ഫിലോസഫി അനുസരിച്ച്. അതായത് എൻ്റെ ഫിലോസഫി, ഞാൻ വികസിപ്പിച്ചെടുത്ത ഫിലോസഫി ഹണ്ടർ ഗ്യാദർ ബോഡി ബിൽഡിങ്ങും ഹണ്ടർ ഗ്യാദർ ഡയറ്റുമാണ്. അതായത് മൈക്ക് മെൻസറിനെ പോലെ തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് ആ ഒരു ആട്ടും പറ്റങ്ങളെ കണക്ക് അമേരിക്കൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രി പടച്ചു വിടുന്നു. അത് പോയി സർട്ടിഫിക്കറ്റും എടുത്ത് കാണാതെ പഠിച്ച് അതിങ്ങനെ ആട്ടും പറ്റം പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മൈക്ക് മെൻസറിൻ്റെ ഫിലോസഫിയോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അയാളുടെ ഫിലോസഫിയൊക്കെ എൻ്റെ ഫിലോസഫി വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്. കാരണം ഹെൽത്തിന് വലിയ പ്രാധാന്യമൊന്നും അവിടെ ഇല്ല. അവിടെ മസിൽ ഗ്രോത്ത് മാത്രമാണ് അയാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മസിൽസിൻ്റെ റിക്കവറി, മസിൽസിൻ്റെ ഗ്രോത്ത്. ഹെൽത്തിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 50 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള കാരണങ്ങളാൽ മരണപ്പെട്ട ആളാണ് മൈക്ക് മെൻസർ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഹണ്ടർ ഗ്യാദർ ഫിലോസഫി എന്ന് പറയുന്നത് കൂടുതൽ എൻഡുറൻസിനെ ബേസ് ചെയ്തുള്ള ട്രെയിനിങ് സിസ്റ്റമാണ്. അതായത് ഞാൻ കൂടുതൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്ത് മസിൽ ബിൽഡിങ്ങിൻ്റെ ഫിലോസഫിയാണ്. അല്ലാതെ ഹെൽത്തിനെ നശിപ്പിച്ചിട്ട് ഓവർ മസിൽ ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. മൈക്ക് മെൻസർ
3 പ്രധാന മീലും അല്ലാതെ സ്നാക്സ് ആയിട്ട് 2-3 മീൽസ് ഒക്കെ കഴിക്കാറുണ്ട്. അദ്ദേഹം 5 മുതൽ 6 മീൽസ് ഒക്കെ കഴിക്കാറുണ്ട്. എൻ്റെ ഫിലോസഫി, എൻ്റെ ഹണ്ടർ ഗ്യാദർ ഫിലോസഫി അനുസരിച്ച് ഡെയിലി 1 മീല് തന്നെ കഴിക്കണം. അതായത് 2 മീല് ബിഗിനേഴ്സിനൊക്കെ കഴിക്കാം. അതായത് നമ്മുടെ ശരീരം ഒരു ഫാസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കണം. എന്നിട്ട് അതായത് ഞാൻ ഭക്ഷണം നിങ്ങൾ കുറച്ച് കഴിക്കണമെന്നല്ല ഹണ്ടർ ഗ്യാദർ ഫിലോസഫിയിൽ ഞാൻ പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിക്കുകയാണെങ്കിൽ ഈ 3 കൂടെ ഒരു സമയത്ത് ഒരുമിച്ച് അങ്ങ് കഴിക്കുക. ബാക്കി സമയം വെള്ളം മാത്രം കുടിച്ച് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേർക്കുന്ന ആളാണെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് സോഡിയം ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം കുടിക്കുക. കാരണം ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് നിർത്താൻ വേണ്ടി അങ്ങനെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഫിലോസഫിയും മൈക്ക് മെൻസറിൻ്റെ ഫിലോസഫിയും വെച്ച് നോക്കുകയാണെങ്കിൽ മൈക്ക് മെൻസറിൻ്റെ ഫിലോസഫി മസിൽ ഗ്രോത്ത്, മസിൽ റിക്കവറി, അതിനപ്പുറം ഹെൽത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാത്തതാണ്. അല്ലെങ്കിൽ അയാൾക്ക് ഹെൽത്തിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷെ അയാളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അയാൾ ഈ ആട്ടും പറ്റം പോലെ സർട്ടിഫിക്കറ്റും എടുത്ത് കാണാതെ പഠിച്ച് പോകുന്നവന്മാരെക്കാളും ഉപരിയായിട്ട് അയാൾ സ്വയം ചിന്തിച്ച് ആ ഒരു സൈക്കിളിൽ നിന്ന് പുറത്തു വന്ന് സ്വയം ചിന്തിച്ചല്ലോ. അയാളുടെ ഫിലോസഫി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ ചിന്തിക്കാനുള്ള ശേഷി ഉള്ള സ്ഥിതിക്ക് അയാൾ ഒരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീനിയസ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇയാളുടെ ഫിലോസഫിയായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല. ഈ ഹണ്ടർ ഗ്യാദർ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഹെൽത്തിനെ ഫോക്കസ് ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യുന്നതാണ്. അതായത് മൈക്ക് മെൻസറിൻ്റെ ബോഡി ബിൽഡിംഗ് ഫിലോസഫിയും എൻ്റെ ഹണ്ടർ ഗ്യാദർ ബോഡി ബിൽഡിംഗ് ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം, മൈക്ക് മെൻസർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മസിൽ ബിൽഡിങ്ങിനാണ്, ഹെൽത്തിന് സെക്കൻഡ് ആയിരിക്കും പ്രാധാന്യം. എൻ്റെ ഹണ്ടർ ഗ്യാദർ ഫിലോസഫിയിൽ ഫസ്റ്റ് ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കും, സെക്കൻഡ് ആയിരിക്കും മസിൽ ബിൽഡിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മൈക്ക് മെൻസറിൻ്റെ ഈ ബോഡി ബിൽഡിംഗ് ഫിലോസഫി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേ നിങ്ങളിപ്പോൾ എൻ്റെ ഹണ്ടർ ഗ്യാദർ ബോഡി ബിൽഡിംഗ് ഫിലോസഫിയാണോ ഫോളോ ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.